എത്ര കാലം കഴിഞ്ഞാലും എന്തൊക്കെ പുത്തൻ കാഴ്ചകൾ വന്നാലും മലയാളിക്ക്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഒരിക്കലും മടുക്കാത്തതും എന്നും പുതുമ നിറഞ്ഞതുമായ ഒരനുഭവമാണ് വയനാട് ചുരം. പേര് വയനാട് ചുരം എന്നാണെങ്കിലും ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോടിനെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന മലമ്പാതയാണ് താമരശ്ശേരി ചുരം. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് അടിവാരത്തു നിന്നും തുടങ്ങുന്ന ചുരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കാടിനുള്ളിലൂടെ പോകുന്ന പ്രതീതിയാണ്. പണ്ടുകാലത്ത് കുതിര സവാരിക്കായി നിർമ്മിച്ച വഴിയാണ് പിന്നീട് ഇത്രയും വലിയ റോഡായി പരിണമിച്ചത്. ഇന്നത് മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമുള്ള അന്തർ സംസ്ഥാന പാത കൂടിയാണ്. കാടിൻ്റെ ഭംഗിയും കഥകളും ചരിത്രവും പറയുന്ന ചുരം സഞ്ചാരപ്രിയരുടെ പ്രധാന പാതയാണ്. കോടമഞ്ഞും വെള്ളച്ചാട്ടവും കണ്ണിന് കുളിർമ പകരുന്നതാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഉറുമ്പുകളുടെ വലുപ്പത്തിൽ വാഹനങ്ങളും ഇടതൂർന്ന മലനിരകളും മതിവരാത്ത കാനന കാഴ്ചയും വളരെയധികം കുതിപ്പിക്കുന്നവയാണ്. കുട്ടിക്കുരങ്ങന്മാരുടെ കൂടെയുള്ള ഫോട്ടോ എടുപ്പും സഞ്ചാരികൾക്ക് വിസ്മയമാണ്. വയനാട് ജില്ലയിലെ ലക്കിടിയിലാണ് ചുരം അവസാനിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2625 അടി മുകളിലാണ് ഈ ഇടം. 9ാമത്തെ എയർപിൻ വളവിലെ വ്യൂ പോയിന്റിൽ നിന്ന് പടിഞ്ഞാറോട്ട് നോക്കിയാൽ കോഴിക്കോട് ജില്ല മുഴുവനും ഒരു ഭൂപടം പോലെ കാണാം. ഭാഗ്യമുണ്ടെങ്കിൽ 55 കിലോമീറ്റർ അകലെയുള്ള കടൽപ്പരപ്പും അസ്തമയ കാഴ്ചയുമെല്ലാം അപൂർവമായി കാണാം. വൈകുന്നേരങ്ങളിൽ കോടയിറങ്ങിയാൽ പിന്നെ അടുത്തുള്ള കാഴ്ച തന്നെ കാണാൻ ബുദ്ധിമുട്ടാണ്. താമരശ്ശേരി ചുരം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. എന്നിരുന്നാലും ബ്രിട്ടീഷുകാർക്ക് വഴി കാണിച്ചു കൊടുത്തത് ആദിവാസികളായിരുന്നു. വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനെയാണ് ഇവിടുത്തുകാർ ചുരത്തിൻ്റെ പിതാവായി കാണുന്നത്. അതായത് 1750 മുതൽ 1799 വരെയുള്ള കാലത്താണ് കരിന്തണ്ടൻ ജീവിച്ചിരുന്നതായി കരുതുന്നത്. പക്ഷേ വഴി കാണിച്ചു കൊടുത്ത കരിന്തണ്ടനെ പിന്നീട് ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും യാത്ര ചെയ്യാൻ ചുരം വഴി പാത നിർമ്മിക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി പല മാർഗങ്ങളും അവർ സ്വീകരിച്ചു. എന്നാൽ എല്ലാം പരാജയപ്പെട്ടു. പിന്നീട് കാടിനെയും ഭൂപ്രകൃതിയെയും അറിയാവുന്ന കരിന്തണ്ണനെയാണ് ബ്രിട്ടീഷുകാർ സഹായത്തിന് കൂടെ കൂട്ടിയത്. അങ്ങനെ എഞ്ചിനീയർമാർ പുതിയ വഴി കണ്ടെത്തി. ആദിവാസിയുടെ സഹായത്തോടെ പാത കണ്ടെത്തിയത് നാണക്കേടായി മാറുകയും മറ്റാർക്കെങ്കിലും പുതിയ വഴി കാണിച്ചു കൊടുക്കുമോ എന്ന ഭയത്താലും കരിന്തണ്ണനെ ചങ്ങലയിൽ ബന്ധിച്ചു കൊല്ലുകയായിരുന്നു.